പുതിയ വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് ലിപ് മോർഗനെ സംബന്ധിച്ചാണ്. ഇന്നലെ കഴിഞ്ഞ റോ എപ്പിസോഡിൻ്റെ ഇടയിൽ ലിപ് മോർഗൻ്റെ ഷോൾഡറിന് ഇഞ്ചുറി പറ്റിയ ഒരു അപ്ഡേറ്റ് ഞാൻ നിങ്ങളുമായി പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. കൈറി സൈനും ലിപ് മോർഗനും തമ്മിൽ ഏറ്റുമുട്ടിയ സിംഗിൾസ് മത്സരം ആരംഭിച്ച് വിത്തിൻ സെക്കൻഡ്സിനുള്ളിൽ നിർത്തേണ്ട ഒരു സിറ്റുവേഷനാണ് അവർക്ക് നേരിടേണ്ടി വന്നത്. ലിപ് മോർഗൻ്റെ ഷോൾഡർ തെറ്റുകയും ഷോൾഡറിന് ഇഞ്ചുറി നേരിടുകയും തുടർന്ന് കൈറി സൈനെ മത്സരത്തിൽ വിജയിപ്പിക്കുന്ന ഒരു അനൗൺസ്മെൻറ്റുമാണ് നമുക്ക് അവിടെ കാണാൻ സാധിച്ചത്. ലിപ് മോർഗൻ്റെ ഇഞ്ചുറി WWE വുമൻസ് ഡിവിഷനെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളൊരു റിപ്പോർട്ടുകളാണ് നിലവിൽ പുറത്തേക്ക് വരുന്നത്. വുമൻസ് ടാഗ് ടീം ചാമ്പ്യന്മാർ ആണ് എന്നുള്ള അത് മാത്രമല്ല, ലിപ് മോർഗനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് റോയുടെ വുമൻസ് ഡിവിഷൻ്റെ സ്റ്റോറി അവർ സമ്മർ സ്ലാം വരെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. നിക്കി ബെല്ല എന്ന ഹോൾ ഓഫ് ഫെയിമറിനെതിരെയുള്ള സ്റ്റോറി, വുമൻസിൻ്റെ വേൾഡ് ചാമ്പ്യനായ ഇയോ സ്കൈക്കെതിരെയുള്ള സ്റ്റോറി, ടാഗ് ടീം ടൈറ്റിൽ സ്റ്റോറി, അങ്ങനെ വലിയ വലിയ പദ്ധതികളൊക്കെ ലിപ് മോർഗൻ്റെ അവർ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ള സ്റ്റോറികളായിരുന്നു. എന്നാൽ അതെല്ലാം ഇപ്പോൾ മാറ്റേണ്ട ഒരു സ്ഥിതിയാണ് ഉള്ളത്. ഈ വുമൻസ് ഡിവിഷന് വേണ്ടി മാത്രം നടത്താൻ പോകുന്ന എവല്യൂഷൻ എന്ന് പറയുന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിനും കൂടുതലും ശ്രദ്ധ കൊടുത്തിട്ടുണ്ടായിരുന്നത് ലിപ് മോർഗൻ്റെ സ്റ്റോറിക്ക് തന്നെയായിരുന്നു. അതിലൂടെ സമ്മർ സ്ലാമിലേക്ക് ഒരു ബിഗ് ടാഗ് ടീം മത്സരമൊക്കെ അവർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ സ്റ്റോറിയെല്ലാം നല്ല രീതിയിൽ ലിപ് മോർഗൻ്റെ ഇഞ്ചുറി ബാധിച്ചിട്ടുണ്ട് എന്നാണ് റസൽ വേർഡ്സിൻ്റെ പുതിയ റിപ്പോർട്ടിൽ കൊടുത്തിട്ടുള്ളത്. വുമൻസ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് ലിപ് മോർഗൻ്റെ കൈവശത്ത് നിന്ന് അവർ മാറ്റാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതിനെ സംബന്ധിച്ചുള്ള ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ഇതുവരെ പുറത്തേക്ക് വന്നിട്ടില്ല. റയൽ റോഡ്രിഗസും റോക്സിനി പെരസും ആ ഒരു ചാമ്പ്യൻഷിപ്പ് ജഡ്ജ്മെൻ്റ് ടീമിൽ കൊണ്ടുപോകുമോ എന്നുള്ളത് അറിയില്ല. എന്തായാലും കിടിലനായിട്ടുള്ള ഒരു വാർത്തകൾ ജഡ്ജ്മെൻ്റ് ഫാക്ഷനിൽ നിന്ന് നമുക്ക് ഉടനെ പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം ലിപ് മോർഗൻ്റെ സ്പോട്ട് റോക്സിനി പെരസ് ഏറ്റെടുക്കാനും അത്തരത്തിലുള്ള സ്റ്റോറി ചെയ്യാനും നല്ല സാധ്യതകളുണ്ട്. അപ്പോൾ എന്താണ് ലിപ് മോർഗൻ്റെ ഭാവി? ലിപ് മോർഗൻ 3 മാസമെങ്കിലും മാറി നിൽക്കേണ്ടി വരും എന്നുള്ള ഒരു റൂമർ നമുക്ക് കേൾക്കേണ്ടി വരുന്നുണ്ട്. കൂടുതൽ അപ്ഡേറ്റ്സ് പുറത്തേക്ക് വരുമ്പോൾ പങ്കുവെക്കാം. എന്തായാലും പോസിറ്റീവായിട്ടുള്ള ഒരു നല്ല കാര്യങ്ങളല്ല ലിപ് മോർഗനെ സംബന്ധിച്ച് പുറത്തേക്ക് വരുന്നത്. രണ്ടാമത്തെ അപ്ഡേറ്റ് സ്മാക്ഡൗൺ എന്ന വീക്ക്ലി എപ്പിസോഡിൻ്റെ റൺ ടൈമിനെ സംബന്ധിച്ചുള്ള ഒരു അപ്ഡേഷനാണ്. സ്മാക്ഡൗൺ എപ്പിസോഡ് 3 മണിക്കൂർ ഫോർമാറ്റ് എന്നുള്ളൊരു നിലയിലാണ് നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. സ്മാക്ഡൗൺ എപ്പിസോഡ് 3 മണിക്കൂർ ആയതിനു ശേഷം പലതരത്തിലുള്ള ഒരു അഭിപ്രായങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ആദ്യം 2 മണിക്കൂറിലേക്ക് തിരികെ പോകുന്നു എന്നാണ് കേൾക്കാൻ സാധിച്ചത് എന്നുണ്ടെങ്കിൽ പിന്നീട് അത് കുറച്ചും കൂടി കഴിഞ്ഞിട്ടായിരിക്കുമെന്ന് നമുക്ക് അറിയാൻ സാധിച്ചു. എന്നാൽ ഇപ്പോൾ പുറത്തേക്ക് വരുന്ന ഒരു അപ്ഡേറ്റ് അനുസരിച്ച് PW ഇൻസൈഡർ ഒഫീഷ്യലി പങ്കുവെക്കുന്ന ഒരു വാർത്ത അനുസരിച്ച് ജൂലൈയിലെ ആദ്യ ആഴ്ചയിലെ സ്മാക്ഡൗൺ തൊട്ട്, അതായത് അടുത്ത മാസത്തിലെ സ്മാക്ഡൗൺ എപ്പിസോഡ് തൊട്ട് സ്മാക്ഡൗൺ പഴയ 2 മണിക്കൂർ ഫോർമാറ്റിലേക്ക് തിരികെ പോകുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കൂടാതെ ഓഗസ്റ്റിൻ്റെ പകുതിയിൽ വെച്ചിട്ട് USA നെറ്റ്വർക്ക് എന്ന് പറയുന്ന ചാനലിലാണ് അമേരിക്കയിൽ ഇപ്പോൾ സ്മാക്ഡൗൺ എയർ ചെയ്യുന്നത്. ആ ഒരു ചാനലിൽ ഇപ്പോൾ 3-ാമത്തെ മണിക്കൂറിൽ സ്മാക്ഡൗൺ പോയിക്കൊണ്ടിരിക്കുന്ന സ്ലോട്ടിൽ അവർ മറ്റൊരു ഷോ പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്നും ആ ഒരു ഷോ ആയിരിക്കും 3 മണിക്കൂർ അല്ലെങ്കിൽ 3-ാമത്തെ മണിക്കൂറിലെ സ്മാക്ഡൗണിന് പകരമായി USA നെറ്റ്വർക്ക് എയർ ചെയ്യാൻ പോകുന്നത് എന്നും കേൾക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ 3 മണിക്കൂർ എന്നുള്ളൊരു ഫോർമാറ്റ് സ്മാക്ഡൗണിൽ അവസാനിക്കാൻ പോകുന്നു. പഴയ പോലെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറി 2 മണിക്കൂർ ഷോ ആകുമ്പോൾ സ്മാക്ഡൗണിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഏറ്റവും അവസാനമായി പങ്കുവെക്കുന്നത് ഹോൾ ഓഫ് ഫെയിമറും സൂപ്പർ താരമായ ഗോൾബെർഗിനെ സംബന്ധിച്ചാണ്. ഗോൾബെർഗിൻ്റെ ഇന്നലത്തെ റോ എപ്പിസോഡിലെ റിട്ടേണിന് ശേഷം കൺഫേം ചെയ്ത സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻ്റ് എന്ന ജൂലൈ 13-ാം തീയതി നടക്കുന്ന സ്പെഷ്യൽ എപ്പിസോഡിലെ ചാമ്പ്യൻഷിപ്പ് മത്സരത്തെ സംബന്ധിച്ച് പലതരത്തിലുള്ള ഒരു സംശയങ്ങൾ കൂട്ടുകാർക്കുണ്ട്. ഗോൾബെർഗ് പുതിയ ചാമ്പ്യൻ ആകുമോ എന്നുള്ളതാണ് ആദ്യത്തെ സംശയം. അതിനുള്ള ഒരു ഒറ്റ ഉത്തരം ഗോൾബെർഗ് പുതിയ ചാമ്പ്യൻ ആകില്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ സംശയം ഗോൾബെർഗിൻ്റെ റിട്ടയർമെൻറ്റ് മാച്ചാണോ ഇത് എന്നുള്ളതാണ്. ഗോൾബെർഗിൻ്റെ റിട്ടയർമെൻറ്റ് മാച്ച് അല്ല എന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിക്കുന്ന ഒരു അപ്ഡേറ്റ്. ഗോൾബെർഗിൻ്റെ റിട്ടയർമെൻറ്റ് മാച്ച് ആണെങ്കിൽ അത് റോ എപ്പിസോഡിൽ ഗോൾബെർഗ് പറഞ്ഞു തരുന്നത്. പക്ഷേ അത്തരത്തിലുള്ളൊരു അപ്ഡേറ്റ് ഗോൾബെർഗിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് കാണാൻ സാധിച്ചില്ല. ഈ വർഷം മുതൽ സമ്മർ സ്ലാം 2 ദിവസമായിട്ടാണ് നടത്താൻ പോകുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ സമ്മർ സ്ലാം പ്രീമിയം ലൈവ് ഇവൻറ്റിൽ ഹോൾ ഓഫ് ഫെയിമറായ ഗോൾബെർഗിന് മത്സരം ഉണ്ടായേക്കാനും അത് ഗോൾബെർഗിൻ്റെ കരിയറിലെ അവസാന മത്സരം ആയിരിക്കാനും സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ അതിനു മുൻപ് ഗോൾബെർഗിനെ അവർ എന്തായാലും റിട്ടയർ ചെയ്യിപ്പിക്കില്ല എന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സമ്മർ സ്ലാമിൽ ഗോൾബെർഗിന് വരാൻ പോകുന്ന എതിരാളി ആരായിരിക്കും എന്നുള്ളതിൻ്റെ ഒരു സൂചന മിക്കവാറും സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻ്റ് എന്ന് പറയുന്ന ഷോയിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻറ്റിൽ ഗോൾബെർഗിൻ്റെ എതിരാളിയായ നിലവിലെ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ ഗുന്തർ ഇപ്പോൾ തമാശ രൂപേണ ഒരു അഭിപ്രായം അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഇങ്ങനെയാണ്: ഞാനാണല്ലോ അടുത്തത്, എനിക്ക് റിങ്ങിൽ 3 മിനിറ്റിൽ അധികമെങ്കിലും നിൽക്കാൻ സാധിക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട് എന്നുള്ളത്. അപ്പോൾ ഗോൾബെർഗ് 3 മിനിറ്റിന് താഴെയുള്ള മത്സരങ്ങളാണ് കളിക്കാറുള്ളത്. ഗോൾബെർഗിന് 3 മിനിറ്റിന് മുകളിൽ നിൽക്കാൻ എപ്പോഴും സാധിക്കാറില്ല എന്നുള്ള ഒരു കാര്യത്തെ തമാശ രൂപേണ ഒരു കളിയാക്കിക്കൊണ്ടുള്ള ഒരു അഭിപ്രായമാണ് ഗുന്തർ ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഗുന്തർ എന്ന് പറയുന്ന വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻ ഗോൾബെർഗിനെതിരെയുള്ള മത്സരം അത് കുറച്ചും കൂടി സീരിയസ് ആക്കിയിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഗോൾബെർഗ് വേഴ്സസ് ഗുന്തർ തമ്മിലുള്ള മത്സരത്തിൽ ഗുന്തറിന് തന്നെയാണ് വിജയ സാധ്യത കൂടുതലുള്ളത്. ഗോൾബെർഗിൻ്റെ നിലവിലെ പ്രായവും ഗോൾബെർഗിനെ ഇനിയും ചാമ്പ്യൻ ആക്കില്ല എന്നുള്ളതിന് വലിയൊരു
ഉത്തരമാണ്. എന്തായാലും ഈ വർഷം തന്നെ റിട്ടയർമെൻറ്റ് പ്രഖ്യാപിക്കാൻ പോകുന്ന ഗോൾബർഗ് അദ്ദേഹം ഇനി വേൾഡ് ചാമ്പ്യൻ ആയാൽ അത് റേറ്റിംഗ്സിനെ നല്ല രീതിയിൽ ബാധിക്കും. ഇപ്പോഴുള്ള വ്യൂവേഴ്സ് കുറയാനും സാധ്യതയുണ്ട്. വെറുതെ ഒരു ചാമ്പ്യൻഷിപ്പ് കൊടുത്ത് ഗോൾബർഗിൻ്റെ റിട്ടയർമെൻറ്റ് മാച്ചിന് മുൻപ് ഒന്ന് സന്തോഷിപ്പിച്ച് വിടാനാണെങ്കിൽ പോലും അത് ഗോൾബർഗ് എന്ന് പറയുന്ന താരത്തെയും ഗോൾബർഗ് ഇതുവരെ ഉണ്ടാക്കിയെടുത്ത ആ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, അത് നല്ല രീതിയിൽ ബാധിക്കും. കാരണം യുവതാരങ്ങളെ ഗോൾബർഗ് വന്നിട്ട് ബെറി ചെയ്യുന്നു, അവരുടെ കരിയർ നശിപ്പിച്ച് കളയുന്നു എന്നുള്ള ആ ഒരു ചീത്തപ്പേര് പിന്നെയും ഗോൾബർഗിനെ അലട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രിപ്പിൾ എച്ച് ഗോൾബർഗിനെ വിജയിപ്പിക്കില്ല എന്നുള്ള ഒരു വിശ്വാസമാണ് എനിക്കുള്ളത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.